ഈ നൂറ്റാണ്ടിലെ ഏറ്റവും അപൂർവവും ദൈർഘ്യമേറിയതുമായ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകാനൊരുങ്ങുന്നു. 2027 ഓഗസ്റ്റ് 2 ഉച്ചയ്ക്ക് സൗദിയുടെ വിവിധ ഭാഗങ്ങളെ ഇരുട്ടിലാക്കിക്കൊണ്ട് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കും. 75-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി അറേബ്യയിൽ ഇത്രയും ദൈർഘ്യമേറിയ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. വരാനിരിക്കുന്ന വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്ര വിസ്മയങ്ങളിലൊന്നിന് ലോകം സാക്ഷ്യം വഹിക്കാൻ ഇനി കൃത്യം ഒരു വർഷം കൂടി ബാക്കിയുണ്ട്. 2027 ഓഗസ്റ്റ് 2 നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം നിരവധി അറബ് രാജ്യങ്ങളിൽ വ്യക്തമായി ദൃശ്യമാകുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത്. 2027 ഓഗസ്റ്റ് 2 ഗ്രഹണം 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ ജ്യോതിശാസ്ത്ര സംഭവങ്ങളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. സൂര്യന്റെ പൂർണ്ണമറവ് നീണ്ടു നിൽക്കുന്ന ഉയർന്ന ദൈർഘ്യം, വലുതും വ്യക്തവുമായ ദൃശ്യപാത എന്നിവ ഇതിന്റെ പ്രധാന പ്രത്യേകതകളാണ്. കൂടാതെ പ്രധാന നഗരങ്ങളിലൂടെയും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലും ഇത് ദൃശ്യമാകുമെന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പ്രതിഭാസം നേരിട്ട് കാണാൻ അവസരമൊരുക്കും. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ തുടങ്ങി സ്പെയിൻ, മൊറോക്കോ, അൾജീരിയ, തുനീഷ്യ, ലിബിയ, ഈജിപ്ത്, സൗദി അറേബ്യ, യമൻ, സൊമാലിയ എന്നീ രാജ്യങ്ങളുടെ ഭാഗങ്ങളിലൂടെ കടന്നുപോയി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് സമ്പൂർണ്ണ ഗ്രഹണത്തിന്റെ പാത ക്രമീകരിച്ചിരിക്കുന്നത്. ബഹ്റൈൻ സമ്പൂർണ്ണ ഗ്രഹണ പാതയ്ക്ക് പുറത്താണെങ്കിലും രാജ്യത്ത് ഭാഗിക സൂര്യഗ്രഹണം വളരെ വ്യക്തമായി അനുഭവപ്പെടും. ഗ്രഹണത്തിന്റെ ഉച്ചസ്ഥായിയിൽ ബഹ്റൈനിൽ നിന്നുള്ള കാഴ്ചയിൽ ചന്ദ്രൻ സൂര്യന്റെ ഏകദേശം 61.7% മറയ്ക്കും. ജ്യോതിശാസ്ത്ര പ്രേമികൾ 2027 ഓഗസ്റ്റ് 2 തീയതി കലണ്ടറിൽ കുറിച്ചുവെക്കാനും മുൻകൂട്ടി യാത്രാ പ്ലാനുകൾ തയ്യാറാക്കാനും ജ്യോതിശാസ്ത്രജ്ഞർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും അപൂർവവും ദൈർഘ്യമേറിയതുമായ പൂർണ്ണ സൂര്യഗ്രഹണത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 2027 ഓഗസ്റ്റ് 2 ഉച്ചയ്ക്ക് സൗദിയുടെ വിവിധ ഭാഗങ്ങളെ ഇരുട്ടിലാക്കിക്കൊണ്ടാണ് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കുക. 75-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി അറേബ്യയിൽ ഇത്രയും ദൈർഘ്യമേറിയ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.